ഇന്നാണ് വിധി ദിനം. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രേക്ഷകരൊക്കെ ആകാംക്ഷയോടെ ടി വിയുടെ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഇന്ന് അതിനെ വിശകലനം ചെയ്തുകൊണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ അപ്ഡേഷനുമായിട്ട് വരികയാണ്. ഊഹാപോഹങ്ങൾക്ക് എല്ലാം വിരാമമായി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. അതെ 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 അതെ. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതും പിന്നെ ഒരു പ്രതി ചർച്ചകളും ഒക്കെ ശരിയാവുന്ന അല്ലെങ്കിൽ തെറ്റാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആദ്യ സാധാരണഗതിയിൽ വളരെ മന്ദഗതി, ഇതൊരു പിന്നെ മാരത്തോൺ ആണ്, ഓട്ടമാണ്. ഏതിൻ്റെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത് പോലെ നിയമസഭ പോലെയല്ല. അപ്പോൾ ആദ്യ സൂചനകൾ സത്യത്തിൽ ഒരു വിധത്തിലുള്ള പിന്നെ ഈ പിന്നെ ചലനവും അന്തിമ ഫലത്തെ പിന്നെ ബാധിക്കാനിടയില്ല. എങ്കിൽ പോലും ആദ്യ സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അതെ അതെ, ആദ്യ സൂചനകൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അതെ എക്സിറ്റ് പോളിൽ പറഞ്ഞതുപോലെ ഇപ്പം NDAക്കാണ് മുന്നേറ്റം. കേരളത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ UDF തന്നെയാണ്. UDFനാണെങ്കിൽ പോലും ചെറിയ വ്യത്യാസം ആദ്യ ഫലങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ 13-5 ആയിട്ടുണ്ട്. മാറി മറിയുന്നുണ്ട്. നമ്മൾ ഈ ചർച്ച അടുത്ത വാചകം പറയുമ്പോഴത്തേക്ക് മാറി. അപ്പോൾ പിന്നെ ഉള്ളത് കേരളത്തിലെ 4150 വോട്ടിന് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായ അവിടെ കയറുകയാണ്. മറ്റെല്ലായിടത്തും ചെറിയ ചെറിയ മാർജിനുകളിൽ 100, 200, 300, 23 അങ്ങനെ പോകുമ്പോൾ ഡീൻ തുടക്കത്തിൽ തന്നെ വ്യക്തമായ ഒരു ഹിമാലയത്തിലേക്ക് പോവുക. അപ്പോൾ ഒരു കയറ്റമുണ്ട്. പിന്നെ ആർട്ടിക്കലില് ജോയി അതെ 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 200-300 ആണെങ്കിൽ കൂടിയും ഇപ്പോൾ മുന്നിലാണ്. പിന്നെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 300ഓളം സീറ്റുകളിൽ പിന്നെ 290 സംതിങ്ങിലാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന സമയത്ത് NDA ലീഡ് ചെയ്യുന്നത്. പ്രതീക്ഷിച്ചത് വ്യത്യസ്തമായിട്ട് ഇന്ത്യ മുന്നണി ഈ 290 വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 150-160ഓളം സീറ്റുകൾ മുന്നിലാണ് ലീഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചിന്തിച്ച രീതിയിലല്ല വരുന്നത്. പക്ഷേ ഒന്നും ആയിട്ടില്ല. നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ സൂചനകൾ എന്നുള്ള രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ പറയാൻ പറ്റില്ല, കുറെ കൂടെ കഴിയുമ്പോഴാണ് ഒരു വ്യക്തത വരുന്നത്. അതെ, കേരളത്തിലെ വളരെ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന 2 മണ്ഡലമായിരുന്ന തൃശ്ശൂരും വടകരയും സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. കടുത്ത പോരാട്ടത്തിനാണ്. പക്ഷെ നമുക്കത് ആദ്യ സൂചനകൾ പോലും നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. നമുക്കെന്നല്ല, ആർക്കും ലഭ്യമായി തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് ശശി തരൂരാണ് ഇപ്പം നിലവിൽ ലീഡ് ചെയ്യുന്നത്. ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തിരുന്നു. ചെറിയൊരു സംഭവത്തിനാണ്. പക്ഷെങ്കിലും തരൂര് കൃത്യമായ രീതിയിൽ പതിയെ ആണെങ്കിലും കയറി വരുന്ന ഒരു കാഴ്ചയാണ്. രാഹുൽ ഗാന്ധി 1778 വോട്ടിന് മുന്നിലാണ് ഇപ്പോ. ഡീൻ കുര്യാക്കോസ് പറഞ്ഞതുപോലെ രാഹുലോ സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെ വരുള്ളൂ. എങ്കിൽ കൂടിയും നല്ല മേധാവിത്വം ആദ്യം നോക്ക് തന്നെ ഈ കൊല്ലത്ത് മുകേഷ് ആയിരുന്നെങ്കിലും ഇപ്പോ പ്രേമേന്ദ്രൻ മുന്നിൽ വന്നിട്ടുണ്ട്. 2000ഓളം വോട്ടിന് പ്രേമേന്ദ്രൻ മുന്നിൽ വന്നു. സ്വാഭാവികമായിട്ടും അവിടെ പ്രേമേന്ദ്രനാണ് വിജയിക്കാൻ സാധ്യത. ആദ്യം ഇടതുപക്ഷത്തിന് പോസ്റ്റോൾ സമയത്തൊക്കെ കുറച്ചൊരു മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും സ്വാഭാവികമായി അത് പിന്നെ അദ്ദേഹത്തിന് തന്നെയാണ്. പിന്നെ അതുപോലെ പാലക്കാട് തുടക്കം മുതൽ തന്നെ ഏതാണ്ട് വലിയ മാർജിൻ അല്ലെങ്കിൽ കൂടിയും LDF നിലനിർത്തി പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടത്. നമ്മള് ചർച്ചകളിലത് പറഞ്ഞിരുന്നു. നമ്മുടെ നിഗമനത്തിലും പാലക്കാട് കാര്യം തൃശ്ശൂർ വന്നിട്ടുണ്ട്. LDF മുന്നിലാണ് തൃശ്ശൂർ ആണല്ലേ. ഇപ്പൊ നമ്മൾ ഇനി നമ്മള് കുറെ കഴിയുമ്പോഴത്തേക്ക് ആദ്യ ഫലസൂചന എന്നുള്ള രീതിയിൽ തൃശ്ശൂര് 823 വോട്ടിനാണ് ഇപ്പൊ സുനിൽകുമാർ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ. പിന്നീട് അത് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് മാറും. അതേപോലെ കണ്ണൂർ സുധാകരനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫലസൂചനകളൊക്കെ നമുക്ക് പറയാറായിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും NDA തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പോക്കതാണ്. കാരണം പിന്നെ കുറച്ചുകൂടെ നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്കുള്ള ഒരു മാർജിനിലേക്ക് ഇന്ത്യ സഖ്യം ആദ്യ സൂചനകൾ അപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യം വന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 300 കടക്കുമോ അല്ലെങ്കിൽ 350 കടക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഇപ്പോഴത്തെ അതാണ് കൗതുകം. ഭരണം ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ സൂചന വെച്ച് നമ്മൾ സംശയിക്കേണ്ടതില്ല. 294 നമ്മളിപ്പോൾ പറയുമ്പോൾ ആ ഒരു മാർജിനിൽ അങ്ങനെ പോകുന്നുണ്ട്. 200, 294, 300 താഴെ ഉള്ള രീതിയിൽ തൃശ്ശൂരിൽ സുനിൽകുമാർ ലീഡ് നിലനിർത്തി പോവാണ്. അതെ. അപ്പൊ അതും ഒരു പക്ഷേ എന്താണെന്ന് അറിയില്ല, ഒന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും ക്രമേണ അദ്ദേഹം 400, 500, 800 എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. തൃശ്ശൂരും അതുപോലെ തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട്, അതുപോലെ മാവേലിക്കര അരുൺകുമാർ CPIയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിച്ച മണ്ഡലമാണ്. കൊടിക്കുന്നിൽ നിരവധി തവണയായി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെയും ഒക്കെ LDF ആണ് മുന്നിൽ. ആറ്റിങ്ങലിലും LDF
മുന്നിലുണ്ട്. കൃത്യമായി തന്നെ ഇത് കടന്നു പോകുന്നുണ്ട്. ഈ ഡീൻ കുര്യാക്കോസ് 5000 കടന്നു അദ്ദേഹത്തിന്റെ ലീഡ്. അതുപോലെ നമ്മുടെ മലപ്പുറത്ത് ഏതാണ്ട് 3000-ഓളം ഈ ടീം അതിൽ നമ്മൾ പ്രത്യേകിച്ച് എന്താകും ചിന്തിക്കേണ്ട കാര്യമില്ല. എത്ര കയറി പോകും, എത്ര കുറയും എന്നുള്ളത്. ഈ ഭൂരിപക്ഷം കുറച്ചാൽ തന്നെ അതൊരു വലിയ നേട്ടമാണ് എന്ന് LDF ചിന്തിക്കുന്ന മണ്ഡലങ്ങളാണ് പൊന്നാനിയും മലപ്പുറവും. വ്യക്തമായ മേൽക്കൈ വാസ്തവത്തിൽ ഇടുക്കിയിൽ മാത്രമാണ്. കേരളത്തിൽ മാറി മറിയാതെ കോൺസെൻട്രേറ്റ് കൊണ്ടുപോകുന്നത് ആദ്യ സൂചനകളിൽ ഇടുക്കി തന്നെയാണ്. അത് മാറാനുള്ള സാധ്യത വിരളമാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ തന്നെ കയറി പോകാനാണ് സാധ്യത. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 5 ഇടങ്ങളിലാണ് LDF തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട്, മാവേലിക്കര, തിരുവനന്തപുരം. സ്വാഭാവികമായിട്ട് ഇതിൽ ഒരു 3-4 സീറ്റ് നേരത്തെ എല്ലാവരും എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളിലും ഒക്കെ പറഞ്ഞ രീതിയാണ് വരുന്നുണ്ട്. പിന്നെ അറിയാൻ കഴിയില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഒരു 19 മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു 15-4 ആ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ മൊത്തത്തിൽ എടുത്താൽ 298 നിൽക്കുകയാണ്. 290 പ്ലസിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് 300 എത്തിയിട്ടില്ല എങ്കിൽ 290 പ്ലസ് തരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ മറ്റുള്ള അതായത് ഇൻഡിപെൻഡന്റ് ആൾക്കാർ ഒക്കെ ചേർത്തിട്ട് 19-20 സീറ്റോളം അത് നമ്മൾ പറഞ്ഞല്ലോ. നിസ്സാരമായി കണക്കാക്കാൻ കഴിയും. മറ്റുള്ളവർ 19 സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നിസ്സാരമായി കണക്കാൻ കഴിയും. ഇതൊക്കെ ഒരുപക്ഷെ ടൈറ്റ് മത്സരത്തിനൊടുവിൽ പിന്നെ ചിലപ്പോൾ 5 പേരായിരിക്കാം. പക്ഷെ അവർ അത്ര ഈ 50-ലും വലിയ ശക്തിയായി മാറുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ സൂപ്പർ പവറായി നമുക്ക് പറയാൻ കഴിയില്ല. അവരും അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റൊരു എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്ത് പ്രേമചന്ദ്രൻ ഡീൻ കുര്യാക്കോസിനെ പോലെ തന്നെ 5000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോ 300 തൊട്ടിട്ടുണ്ട്. 300 ഇപ്പൊ തൊട്ടു. അതുകൊണ്ട് തരൂര് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ തരൂര് 1000-ഓളം അടുക്കുകയാണ്. 1000-ഓളം അടുക്കുക. അതുപോലെ തന്നെ പിന്നെ ആറ്റിങ്ങലിൽ ജോയിയും ഭൂരിപക്ഷം നിലനിർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ എന്താണ് നമ്മൾ ഏതാണ്ടൊക്കെ കേരളത്തിൽ പ്രതീക്ഷിച്ച മട്ടിലാണ്. പത്തനംതിട്ടയിൽ ആന്റണി ആണ് മുന്നിൽ. 425 വോട്ടിന് ഇപ്പോ നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തെലങ്കാന, നമുക്ക് ദേശീയ രാഷ്ട്രീയ കൂടെ കാലത്ത് തെലങ്കാനയിൽ NDA ആണ് വാസ്തവത്തിൽ മുന്നേറുന്നത്. നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എക്സിറ്റ് പോൾസിലും അത് കണ്ടിരുന്നു. തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തോതിൽ പിന്നെ NDA അവിടെ പിന്നെ കുതിപ്പ് നടത്തും എന്ന് പറഞ്ഞിരുന്നു. അതും അതിപ്പോൾ പിന്നെ സത്യമായി വരികയാണ്. തമിഴ്നാട്ടിലെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യമാണ് പ്രതീക്ഷിച്ചതുപോലെയാണ്. പിന്നെ ആദ്യ ലീഡുകൾ അവിടെ ഈ NDAക്ക് അണ്ണാമല അങ്ങനെ ആരെങ്കിലും ലീഡ് ചെയ്യുന്നതായിട്ട് ഇല്ല, അത് പറയുന്നില്ല. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പഞ്ചാബിൽ കോൺഗ്രസ് ഒരു പിന്നെ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ആദ്യ സൂചനകൾ മാത്രമാണത്. എങ്കിൽ പോലും അതുണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനിൽകുമാർ അദ്ദേഹത്തിന്റെ ലീഡ് കോൺസ്റ്റന്റായിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും നമ്മളിപ്പോൾ പിന്നെ ഈ 5 എന്നുള്ളത് 6-ലേക്ക് LDF ഇപ്പോഴത്തെ ലീഡ് നിലയിൽ 6-ലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പാലക്കാട് മാത്രമാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. പത്തനംതിട്ടയിൽ UDF ആണ് മുന്നിൽ. അതുപോലെ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു 10 മണിയോടുകൂടി 10 മണി കഴിയുമ്പോഴാണ് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്നത്. ഈ ലീഡ് വെച്ചിട്ട് 10 മണിക്കുള്ള അല്ലെങ്കിൽ 10:30-ക്കുള്ള ലീഡാകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിങ്ങനെ തന്നെയാണ്, ഇനി വലിയ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലെയും നമുക്ക് പറയാൻ പറ്റും. പിന്നെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇതിപ്പോ ഒന്നും ആയിട്ടില്ല, തുടങ്ങിയതേ വണ്ടി സ്റ്റാർട്ട് സ്വാഭാവികമായിട്ടും ചെറിയൊരു അത് നമ്മൾ കണക്കാക്കേണ്ടതില്ലെങ്കിൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഒരു പിന്നെ അവബോധത്തെ കുറിച്ച് ഉണ്ടാക്കി കൊടുക്കണം. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഉണ്ടാകും. പ്രേമചന്ദ്രന്റെ ലീഡ് 10,000 അടുക്കുകയാണ്. അതാണ് സ്വാഭാവികമായിട്ടും ഒരു 1,00,000 പുറത്ത് നമ്മുടെ ഇപ്പോഴത്തെ കണക്കൂട്ടൽ വെച്ചാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡീനും നല്ല ഭൂരിപക്ഷത്തിൽ 6,000 കഴിഞ്ഞു. 6,500-ഓളം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഏതാണ്ട് 1,700 വോട്ടിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ NDA ഈ സംസാരിക്കുന്ന സമയത്ത് 300 ക്ലോസ്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 1,600-ഓളം വോട്ടിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പം ഇത്രയാണ് പൊതുവിൽ ഈ സൂചന. ആദ്യ ഫലങ്ങൾ നൽകുന്ന കൊടിക്കുന്നിൽ ഇപ്പോൾ മാവേലിക്കരയും മുന്നിലെത്തിയിട്ടുണ്ട്.
കൊടിക്കുന്നിൽ സുരേഷ് മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് രാജസ്ഥാനിലും ബംഗാളിലും BJP ആണ് BJP ആദ്യ സൂചനകളിൽ പിന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തെലങ്കാനയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ബംഗാളിലെ സ്ഥിതി ബംഗാളിലും അങ്ങനെയാണ് BJP കടന്നു വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ പിന്നെ മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ സഖ്യമാണ് ആദ്യ പിന്നെ നിമിഷങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ സഖ്യം. NDA 301 ആയി എന്നുള്ളതാണ്, 300 പ്ലസ് ആയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ. കോൺഗ്രസിന് ആദ്യ ലീഡ് പഞ്ചാബിൽ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എക്സിറ്റ് ഫലങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ആദ്യ സൂചനകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യ ഫലങ്ങൾ. നമുക്ക് തൊട്ടടുത്ത വീഡിയോ വരുന്നത് വരെ നമുക്ക് ഇത് നിൽക്കട്ടെ.